ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം എല്ലായിടത്തും ഇപ്പം നല്ല മഴയൊക്കെ തന്നെയാണല്ലേ. അപ്പം നമ്മൾ അസിമോൾ ഇതാ മദ്രസയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോയിട്ടോ. ആൾക്ക് മദ്രസ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 7:45 കേട്ടോ. അപ്പോൾ ആളൊരു 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് പോകും. ആൾ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി നോക്കട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് കറിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പത്തിരിയും ചെറുപയർ കറിയാണെന്ന് കേട്ടോ. അപ്പം കറി സെറ്റായിട്ടുണ്ട്. പിന്നെ ബാക്കി പത്തിരിയുടെ പരിപാടിയൊക്കെ ഞാൻ ആൾ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ആൾക്കുള്ളത് ഞാൻ ഒരു 3 സെറ്റാക്കി കൊടുത്തിട്ട് ആൾക്ക് കൊടുത്ത് പറഞ്ഞയച്ചിട്ടോ. ആൾക്ക് ഈ മോർണിംഗ് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഫിഷ് കറി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളൂ കേട്ടോ. ചെറുപയർ കറി ആയതുകൊണ്ട് ആളിന്ന് കറി കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും പിന്നെ ഉപ്പയും ഉമ്മയും പിന്നെ മക്കളൊക്കെ ഉമ്മയിപ്പൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മ ക്ലാസ്സും കാര്യമൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരിക്കും. പിന്നെ ഉപ്പാണെങ്കിൽ ഉപ്പാക്ക് പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ ഉപ്പ കുറച്ച് സമയം കിടക്കും കേട്ടോ. അപ്പോൾ മഴക്കല്ലേ. പിന്നെ ബേബീസ് ഇന്ന് രണ്ടാളും ഒരുമിച്ചിട്ട് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത് റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോൾ രണ്ടാളും ഒന്നിച്ചിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഒരാളാണ് ആദ്യം എണീറ്റ് വരിക. പക്ഷേ ഇന്ന് രണ്ടാളും ഒന്നിച്ചിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബേബി കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ അന്നു ബേബി എഴുന്നേറ്റ പാടന്നെ ഫുള്ള് ഫയറാണ് കേട്ടോ. കരച്ചിലോട് കരച്ചിലാണ്. അപ്പോൾ ആൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പത്തിരി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, ആ ഒരു പൊടി കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പോരാ, ഇനിയും വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കരയുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ പത്തിരി ചുടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരെ ചെയറിലിരുത്തിയിട്ട് അവർക്കുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇടയ്ക്ക് പോയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അപ്പം അങ്ങനെ കഴിക്കും. പിന്നെ അവരെ കരച്ചിലൊക്കെ കേട്ടിട്ട് ഉമ്മി വന്നിട്ടുണ്ടാകുന്നു കേട്ടോ കിച്ചണിലേക്ക്. അപ്പോൾ അന്നു ബേബീനെ ഉമ്മ ഒന്ന് കാമാക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ ഉമ്മ കേട്ടോ അന്നു ബേബിക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ കുറേ സമയം കരഞ്ഞു. പിന്നെ ഞാൻ ആ ഒരു സമയത്ത് ആയപ്പോഴത്തേക്ക് പത്തിരി കംപ്ലീറ്റ് പരത്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആളെ കരച്ചിൽ സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഒരു പത്തിരിയുടെ പൊടി എടുത്തിട്ട് ഞാൻ അവൾക്ക് ചുരുട്ടിയിട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഏതായാലും അതുമേലെ ആൾ ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ പത്തിരിയുടെ ബാക്കി പരിപാടിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ലഞ്ചിൻ്റെ പരിപാടി നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതാ ഇന്നലെ നമുക്കൊരു ചക്കയുടെ പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്നലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൂടുതലും അത് ക്ലീൻ ചെയ്ത് തരലും ഉമ്മയാണ് കേട്ടോ. പിന്നെ ഉമ്മക്ക് ഇന്നലെ ഉമ്മ നോമ്പായതുകൊണ്ട് വല്ലാണ്ട് കിച്ചണിലേക്കൊന്നും അങ്ങനെ വരലില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ അത് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് ഒന്ന് സെറ്റാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് പഴംചക്ക അതാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇത് പഴുത്തിട്ടില്ല, പഴുക്കാനുള്ള ഒരു ഇത് എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് വെച്ചിട്ട് ഉപ്പേരി റെഡിയാക്കാമെന്നാണ് കേട്ടോ കരുതുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു കട്ട് ചെയ്ത ഭാഗമൊക്കെ വേറൊരു കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് ഈ ചുളയൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ചുളേൻ്റെ ഭാഗം ഒന്നുമില്ലാണ്ട് ചുള മാത്രം എടുത്തിട്ടാണ് ഞാൻ സെറ്റാക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തുകൊണ്ട് തന്നെ അതിന് പശയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കത്തിയിലും കയ്യിലൊന്നും അങ്ങനെ ആ ഒരു ചക്കയുടെ പശ ഉണ്ടല്ലോ വിളഞ്ഞ് അതൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഒന്ന് അസിമോൾ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. അതാവുമ്പോൾ നമുക്ക് ലഞ്ചിൻ്റെ പരിപാടിയും ഇതിൻ്റെ കൂടെ തന്നെ കഴിയും. അപ്പോൾ പിന്നെ ആൾ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ എടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ ആ ഒരു മോർണിംഗിലൊരു പടിയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ അതും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെ വീഡിയോസ് യൂട്യൂബ് തന്നെ മറ്റുള്ളവരിലേക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതിനിടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്ന് ഞാൻ പത്തിരിയും ചെറുപയർ കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചൊരു ഗ്രീൻ ടീ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചക്കൻ്റെ പരിപാടി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ആൾ സെറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിതാ നമുക്ക് കുറച്ച് ഡ്രസ്സസൊക്കെ വാഷ് ചെയ്യാണ്ടായിരുന്നു, കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഇങ്ങനെ വെക്കലില്ല. കാരണം ഇത് ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര പാടാണല്ലോ.
അപ്പോൾ ഏതായാലും അത് ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ബേബീസിൻ്റെ ഡ്രസ്സൊക്കെ അവരിങ്ങനെ കഴിക്കും, പലതും കയ്യിലൊക്കെ പിടിച്ച് കഴിക്കണോണ്ട് തന്നെ അവരെ ഈ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു കളർ ചേഞ്ച് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഈ ഒരു നമ്മളെ ബാർ സോപ്പ് ഉണ്ടല്ലോ, സോണി സോപ്പാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അറിയാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ, ശരിക്കും വർക്കിംഗ് ആണ്. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തേച്ചിട്ട് കുറച്ച് സമയം അവിടെ വെക്കും കേട്ടോ. എന്നിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഹാഫ് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ അത് പോകും കേട്ടോ. പിന്നെ ഞാൻ ഡയപ്പർ എന്താ ചെയ്യുക എന്നുള്ളത് ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അത് ഞാനിതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അത് പരിപാടി എടുക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾ അസീമോൾ മദ്രസയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കുള്ള ഫുഡും കിറ്റും, അതേപോലെ കിറ്റ് കാരണം സ്കൂൾ കൊണ്ടുപോകാനുള്ള കിറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓൾറെഡി ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് അവളെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക ചെയ്യുക. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും ആൾ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടാകുന്നു കേട്ടോ. അതിന് ശേഷം ഞാനിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് വെച്ച് കൊടുക്കും, അവൾ കഴിക്കും. അതിനിടയിൽ ഞാൻ അവളെ ഹെയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കും. അങ്ങനെ കണ്ടോ, രണ്ടാളും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാവുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. ഈ ഒരു സമയം നമ്മൾ അസിമോളെ കൂടെ കുറേ സമയം എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ നമ്മളെ ബേബീസിന് ഭയങ്കര അലമ്പാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാനിത് അവരെ ഉപ്പാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പാൻ്റെ കൂടെ ഒന്നും പോകണില്ല കേട്ടോ, ആൾക്കാർ എൻ്റെ കൂടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവൾക്ക് കൊടുക്കണ ക്ലിപ്സും ചീർപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടണം, അതാണ് കേട്ടോ സംഭവം. അപ്പോൾ അസിമോൾ ഇങ്ങനെ പത്തിരിയുടെ എണ്ണം കൂടിയെന്ന് പറഞ്ഞിട്ട് അതിന് കുറുമ്പിളകിയിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഒരു വിധത്തിലൊക്കെ എന്തെല്ലാമൊക്കെ പറഞ്ഞിട്ട് ആളെ വയറിൽ എങ്ങനെയും ഞാൻ അതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും കേട്ടോ. ഈ കാരണം രാവിലെ പോകുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊടുക്കൽ. എന്നാലും ഈ ഒരു സമയത്ത് ചിലപ്പോൾ കഞ്ഞി കുടിക്കുകയാണ്, ചിലപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കൂല. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുക്കും. അപ്പോൾ എന്തായാലും ഒരു വിധത്തിൽ ആൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മുകൾക്കാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ ട്രെയിന് നല്ലപോലെ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റെയിൻകോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ആളെ പറഞ്ഞയച്ചത്. അതിന് ശേഷം ഞാൻ ഇന്ന് ഈ ഒരു മീനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ഭയങ്കര പണിയാണല്ലോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കട്ടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെമ്മീനായിരുന്നു കേട്ടോ. അപ്പോൾ അതും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറൊക്കെ അതിനിടയിൽ സെറ്റായിട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ മാറ്റി വെച്ചു. പിന്നെ ആ അടുപ്പിൽ തന്നെ നമ്മൾ ചക്കയുടെ ആ ഒരു ഉപ്പേരിയും കൂടി സെറ്റാക്കിട്ടോ. പിന്നെ നമ്മൾ കറീൻ്റെ പരിപാടി ഞാൻ ഇന്ന് കുക്കറിലായതുകൊണ്ട് ഗ്യാസിൽ തന്നെ സെറ്റാക്കണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മീനും കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളെ കറിയും അതേപോലെ മീൻ വറുത്തതൊക്കെ ശരി സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം എനിക്കൊരു കൊതിട്ടോ, ഈ ഒരു എന്താ പറയുക, കയ്പങ്ങ കണ്ടപ്പം ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി. കാരണം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. ഞാൻ നമ്മളെ എന്താ പറയുക വഴുതനങ്ങ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമ്മളെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തെ ഷോർട്സിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതൊക്കെ സെറ്റാക്കി വന്നതിന് ശേഷമാണ് ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയറിയത് കേട്ടോ. അതിനിടയിൽ വന്നിട്ട് ഞാൻ അടിച്ചു വാരിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ വല്ലാണ്ട് വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, മക്കളെ ടോയ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവും, അതൊക്കെ എടുത്ത് വെക്കുക എന്നുള്ള പറയും. ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയുള്ളൂ ചെയ്യാറുള്ളൂ കേട്ടോ. കാരണം അധികം ഇങ്ങോട്ട് വെള്ളം കൂട്ടി തുടച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. ഉണങ്ങാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണല്ലോ അല്ലേ. അപ്പം ഞാൻ മാക്സിമം ആ ഒരു തുടയ്ക്കുന്ന സമയത്ത് ഫുള്ള് ഫാനൊക്കെ ഇട്ട് വാതിലൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒക്കെ സെറ്റായതിന് ശേഷം മക്കൾക്കുള്ള ഫുഡ് എടുക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാനിതാ എഗ്ഗ് പുഴുങ്ങിയത്, നമ്മൾ കാടമുട്ട ഉണ്ടല്ലോ അതും, പിന്നെ ഒരു വലിയ നാടൻമുട്ട, പിന്നെ നമ്മൾ പൊട്ടാറ്റോ, പിന്നെ എന്താ പറയുക തൈരുണ്ടല്ലോ വൈറ്റ് കേർഡ്, അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അവരെ ലഞ്ച് കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ മാക്സിമം നമ്മളെ ഫുഡ് തന്നെയാണ് കൊടുക്കുക, അതിൽ ഒന്നും കൂടി അവർക്ക് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ടാറ്റാ, താങ്ക്സ് ഫോർ വാച്ചിങ്.